വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. അങ്ങനെ ഞാൻ വളരെ ആഗ്രഹിച്ച് ഒരു ഹിമാലയൻ 450 എടുത്തിരിക്കുകയാണ്. എനിക്കങ്ങനെ ബൈക്ക് ഓടിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിച്ചതും കുറച്ച് ദൂരമൊക്കെ ഓടിച്ച് നടന്ന ഒരു വണ്ടി സുസുക്കിയുടെ സാമുറായി ആയിരുന്നു. അതിനുശേഷം വീട്ടിൽ വളരെ നിർബന്ധിച്ചിട്ടും ഒരു ബൈക്ക് വാങ്ങിത്തരാതെ അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഹോണ്ട ഡിയോ സ്കൂട്ടറായിരുന്നു എനിക്ക് വീട്ടുകാർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമൊക്കെ പിന്നെ ഒരു 4-5 വർഷക്കാലം ഞാൻ സ്കൂട്ടർ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ ബൈക്ക് കുറച്ച് ദൂരമൊക്കെ ഓടിക്കും, 1-2 ദിവസമൊക്കെ ഉപയോഗിക്കും എന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടൊരു ബൈക്ക് ഇതുവരെയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഹോണ്ട ഡിയോ മാറ്റി ഞാൻ എടുത്തത് ഒരു എൻടോർക്കായിരുന്നു, TVS എൻടോർക്ക്. അതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻടോർക്ക് എടുത്തൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിദേശത്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ TVS അപ്പാച്ചി RTR 200 4V വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. വീട്ടുകാരുടെയൊക്കെ എന്താ പറയുക, എതിരഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാനത് എൻടോർക്ക് വിറ്റ് വെറും 3-4-5 മാസമായുള്ളൂ വണ്ടി. അപ്പോഴത്തേക്ക് ഞാനത് കൊടുത്ത് ഞാൻ സെക്കൻഡ് ഹാൻഡ് RTR 200 4V വണ്ടിയാണ് ഒരു 5 വർഷക്കാലമായിട്ട് ഇപ്പോൾ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല വണ്ടിയായിരുന്നു, നല്ല പവർഫുൾ വണ്ടി തന്നെയായിരുന്നു. പക്ഷേ ABS ഇല്ലാത്തതൊക്കെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പിന്നീടാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ ഈ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 എത്തിയത്. എനിക്ക് സ്പോർട്സ് ബൈക്കുകളോട് പൊതുവേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ യൂസ് ചെയ്ത RTR ആയാലും എനിക്ക് ആ ഒരു പൊസിഷൻ അത്രക്കങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഞാനതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ മാറ്റി ഡോമിനോറിൻ്റെ ഹാൻഡിൽ ബാർ കയറ്റിയിരുന്നു. ടൂറിങ് പർപ്പസിനായിട്ട് കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കുന്ന ഡ്രൈവിംഗ് പോസ്റ്ററാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹിമാലയനിലേക്ക് എത്തിയത്. റിലാക്സ്ഡായിരുന്ന് ലോങ് ടൂറിങ് ആയിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. അത്യാവശ്യം പൊളിച്ചോടിക്കുകയും വേണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു വണ്ടി തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു പവറാണ്. കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അങ്ങ് ചുമ്മാ കയറി പോവുകയാണ്. പ്രത്യേകിച്ച് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ പവർഫുള്ളായ, ഫ്രണ്ടൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന പോലുള്ളൊരു പവറാണ് ചില സമയത്ത് ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് ഈ വണ്ടിക്ക് രണ്ട് സൗണ്ടാണ്. അതായത് നമ്മൾ പതുക്കെ ആക്സിലറേഷനൊക്കെ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ഒരു സൗണ്ടും, പെട്ടെന്ന് ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റൊരു സൗണ്ടും നമുക്കത് ഫീൽ ചെയ്യും. കോർണറിങ്ങൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 2000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അപ്പോൾ വണ്ടിയായിട്ടൊന്ന് യൂസ്ഡായിട്ട് വരുന്നേ ഉള്ളൂ. പ്രധാന ഇതിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് വെയിറ്റ് തന്നെയാണ്. ഏകദേശം 200 കിലോ പ്ലസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എൻജിൻ ഗാർഡൊക്കെ കയറ്റിയതിന് ശേഷം. നിർത്തിയിട്ട് ടേൺ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് കിട്ടാത്തൊരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ കാല് സ്ലിപ്പായി പോകാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗൈസ്. സി യു.